കണ്ണൂരിൽ കെ സുധാകരൻ 59,000-ലേറെ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ 26,450. നമ്മൾ പറഞ്ഞു തുടർച്ചയായ രണ്ടാം വിജയം അനായാസം നേടുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതും പരമ്പരാഗതമായ ഒരു LDF മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും. അത് വളരെ സിമ്പിൾ അല്ലേ? അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, MP എന്താണ്, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു പാർലമെന്റ് അംഗത്തെ അടുത്ത് കാണാനും വിളിക്കാനും സംസാരിക്കാനും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനും ഒരാൾ ഉണ്ടാകുന്നത് കാസർഗോഡുകാർ തിരിച്ചറിയുന്നത് ഇപ്പോൾ ആദ്യമായാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ് അവർ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഒരാളിനെ ഇനിയും വേണമെന്ന് അവർ തീരുമാനിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ചെന്ന് അവിടെ നിന്ന് ഈ പറയുന്ന ശക്തമായ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ, തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ MP ആയപ്പോൾ ഉണ്ണിത്താനും അത് തിരിച്ചറിഞ്ഞു. കാസർഗോഡുകാർ മാത്രമല്ല, ഇനി ഇവിടെ നിന്നാണ് എന്റെ രാഷ്ട്രീയാംഗം ജീവിതം എന്നത് തിരിച്ചറിഞ്ഞവരിൽ ഉണ്ണിത്താനുണ്ട്. അതുകൊണ്ടാണ് വീട് വീടാതെ ചർച്ചയ്ക്ക് വിളിച്ചാൽ എനിക്ക് ഇന്നയിടത്ത് കല്യാണമുണ്ട്, ഇന്നയിടത്ത് പിറന്നാളുണ്ട്, ഇന്നയിടത്ത് അടിയന്തരമുണ്ട്, പോകാതെ വയ്യ എന്നുള്ളതാണ് ഉണ്ണിത്താന്റെ പ്രതികരണം. അത്രമേൽ കാസർഗോഡോട് ചേർന്നതാണ്. 5 റൗണ്ടുകൾ പിന്നിടുകയാണ്. കോഴിക്കോട് MK രാഘവൻ 1,62,694 സ്വപ്നം പോലും കണ്ടു കാണില്ല അത്രയും വലിയ ഭൂരിപക്ഷം. 5 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ധർമ്മടത്ത് ഇപ്പോഴും കെ സുധാകരനാണ്. 3 റൗണ്ടിൽ സുധാകരൻ, 2 അവിടെ MP ജയരാജൻ. 5 റൗണ്ട് പിന്നിടുമ്പോൾ 2 റൗണ്ടിലാണ് അവിടെ LDF നേടാൻ കഴിഞ്ഞത്. വയനാട്ടിലേക്ക് വരാം. 2,44,513 വോട്ടിന് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം 4,31,000 എന്നുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ രാഹുൽ ഗാന്ധിക്ക് പ്രതികൂലമാണ്. ആനി രാജ നന്നായിട്ട് വോട്ട് പിടിച്ചു, അല്ലെങ്കിൽ നല്ല ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ശരിയല്ലേ? നല്ല സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. 2,40,000 അത് ഇനി ഉപയോഗിക്കപ്പെടും. അല്ല നോക്കൂ, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ചങ്ങനാശ്ശേരി, കൊട്ടാരക്കര നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൂർത്തിയായി. അതിൽ അരുൺകുമാർ പിന്നോട്ടാടി പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു മത്സരത്തിലുള്ള സ്കോപ്പ് ഇനി ഉണ്ടോ? 9,000 വോട്ടുകളുടെ നോക്കണം. കഴിഞ്ഞ തവണ 61,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച, ഇത്രയും കാലം MP ആയിരുന്ന ഒരാൾക്ക് 9,000 വോട്ടിന്റെ ലീഡ് നില മാത്രമേ അവിടെ മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. സി അരുൺകുമാർ ഒരു ഫൈറ്ററാണ്, വെക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയുമാണ്. ഇത്തവണ ഒരു കാര്യം, ഈ ന്യൂനപക്ഷ വോട്ടുകൾ, അത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് CPM ഒരുപാട് ശ്രമങ്ങൾ നടത്തി. നിങ്ങൾ ഈ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഒക്കെ നോക്കൂ, അവിടെയെല്ലാം UDFന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡ് നില ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വടകര, വയനാട്, കോഴിക്കോടൊക്കെ നോക്കൂ 1,62,000. പിന്നെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ പരാമർശിക്കാതെ പോകുന്ന 2 മണ്ഡലങ്ങൾ, മലപ്പുറവും പൊന്നാനിയും. മത്സരമില്ല. പൊന്നാനിയിൽ 1,37,931, മലപ്പുറത്ത് 1,77,816. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും ആലത്തൂർ മാത്രമാണ് CPMന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ ഇത്തവണത്തെ ഏക കനൽത്തരി എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ. മാത്രമല്ല, മലപ്പുറത്തെയും പൊന്നാനിയിലെ കാര്യമെടുത്താൽ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ സമയത്ത് പരാജയ ഭീതി കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് എന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എതിർക്കാമെന്ന് വന്നിരുന്നു. അതിനെയൊക്കെ തകർത്താണ് ഈ ലീഡ് പോകുന്നത്. മുന്നോട്ട് വെച്ചാൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ CPM നടത്തിയത്. അത് പക്ഷേ അത് ചിഹ്നിപ്പിക്കുന്നത്, അത് ഭിന്നിപ്പിക്കുന്നത്, ഛിന്ന ഭിന്നമാക്കുന്നത് സ്വന്തം അടിത്തറയാണെന്ന് തിരിച്ചറിയാനുള്ള കേവല ബുദ്ധി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കിയില്ല. അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞത് തന്നെ കക്ഷത്തിലുള്ളത് പോയി. ഉമർ ഫൈസി മുക്കം പറഞ്ഞാൽ എത്ര വോട്ട് കിട്ടുമെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും LDFന്. അതായത് അത്തരത്തിലുള്ള വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കി ഇതിനു മുമ്പ് നടത്തിയതാണെങ്കിലും ഇപ്പോൾ നടത്തിയതാണെങ്കിലും ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അത്തരം കള്ളികളിലൊന്നും ഒതുങ്ങുന്നതല്ല വോട്ടുകൾ. അത് ജനങ്ങൾക്ക് തോന്നുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകുക. അത്തരത്തിൽ ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം LDFന് കിട്ടിയതാണ്. അത് അന്നത്തെ സാഹചര്യം. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. ആറ്റിങ്ങലിൽ 9 റൗണ്ട് പൂർത്തിയായി. ഇനി ബാക്കിയുള്ളത് 5 റൗണ്ട്. 9 റൗണ്ട് പൂർത്തിയായി, 5 റൗണ്ട് ബാക്കിയുണ്ട്. 909 വോട്ടിന് അവിടെ അടൂർ പ്രകാശ് 2300-ൽ നിന്ന് പെട്ടെന്ന് അത് 909-ലേക്ക് മാറി. 909 വോട്ടുകൾ. 9 റൗണ്ട് പൂർത്തിയായി. കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നാൽ മാത്രം എന്ന് യഥാർത്ഥ ത്രികോണ മത്സരം അരങ്ങേറുന്നത് ആറ്റിങ്ങൽ. അടൂർ പ്രകാശിന് വെറും 909 വോട്ടിന്റെ ലീഡ്. ഇഞ്ചോടിഞ്ച് വി മുരളീധരനും വി ജോയും. വാമനപുരം, കാട്ടാക്കട മണ്ഡലങ്ങളിൽ 16 റൗണ്ട് ഉണ്ട്.
അതിൽ 9 റൗണ്ടാണ് പൂർത്തിയായിട്ടുള്ളത്. മറ്റു മണ്ഡലങ്ങളിൽ 14 റൗണ്ടുമാണ് അവിടെ കാറ്റിങ്ങൽ. തിരുവനന്തപുരത്ത് ലീഡ് നില കുറെ നേരമായി അനങ്ങുന്നില്ല. അതിനോട് പ്രേക്ഷകർ ചോദിക്കുന്നു. 11,950 നിൽക്കുകയാണ്. കുറച്ച് നേരമായി തിരുവനന്തപുരത്ത് ലീഡ് നില 2014 ഇതുപോലെ ആയിരുന്നു കേട്ടോ. 2014 ഒ രാജഗോപാൽ ലീഡ് ചെയ്യുന്നു, കുറച്ചേറെ സ്റ്റേബിൾ ആയി നിൽക്കുന്നു, അവസാനമാണ് മാറുന്നത്. മാറുമെന്നറിയാം, നോക്കാം.